Parle Fab in yummy chocolate and vanilla crème. നിനക്ക് ഈ പ്രാവശ്യം നിനക്ക് പെയിന്റിംഗ് മോഷിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഓടരുത്, നിന്നെ ഞാൻ വിടില്ല. എന്നെ പിടിക്കുമെന്നോ? കത്തിരിക്ക ഇങ്ങോട്ട് പോയി അയ്യോ, എന്റെ പെയിന്റിംഗ് മോഷ്ടിച്ചോടെ ആരെങ്കിലും അവരെ പിടിക്കണേ. അയ്യോ, പിടിക്കാൻ തന്നെയാ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകൂ, നിങ്ങൾ ഇങ്ങോട്ട് പോകൂ, ഞാൻ നേരെ പോകാം. നോക്കൊരു കാക്ക. അല്ല, എവിടെയാ അവനെ പിടിക്ക? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഐഡിയ. പെയിന്റിംഗ് തന്നേക്ക്. ഓറഞ്ച് തന്നതിന് താങ്ക്സ് ഉണ്ട്. അയ്യോ, എന്റെ ഓറഞ്ച്. സാറേ, ഓറഞ്ച് കഴിക്കുന്നോ? അയ്യോ, കള്ളൻ എങ്ങോട്ടാണ് പോയത്? അടിപൊളി. 999 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടി മോഷ്ടിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെയിന്റിംഗ് മോഷ്ടിച്ച കൊള്ളക്കാരൻ ഇനി ഞാനായിരിക്കും. ഈ ബ്രഷ് കൊള്ളില്ല. ഇതെന്തായാലും കൊള്ളാം. എന്തുവാണ് ഈ കാണിക്കുന്നേ? ബണ്ണി, ദേ നോക്ക്, എന്റെ ബ്രഷ് സംസാരിക്കുന്നു. എടാ കഴുതേ, അത് പോപ്പട്ടാണ്, അല്ലാതെ ബ്രഷൊന്നും അല്ല. കഴുത. എടാ കുട്ടികളെ, കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ മറക്കാതെ വാങ്ങിക്കണം. ബാക്കി പച്ച നിറത്തിലായിരുന്ന പോപ്പറ്റിനെ അവൻ നീല നിറത്തിലാക്കി. അടി കൈ. എല്ലാരും വഴക്കൂടുന്നൊന്നും നിർത്ത്. എക്സിബിഷൻ ഓഫീസർ ഇപ്പൊ പെയിന്റിംഗ് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹം വരുന്നതിന് മുൻപ് പെയിന്റിംഗ് മുഴുവൻ നമ്മൾ വരച്ചു തീർക്കണം. ശരിയാ, വേഗം വാ, നമുക്ക് പെയിന്റിംഗ് തീർക്കാം. കൊള്ളാം. ഇനി സൂര്യൻ മാത്രമാണ് ബാക്കി. മഞ്ഞ കളർ. എന്തുവാടേ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അടിച്ചത് യെല്ലോ കളറാണ്, ഇതെങ്ങനെ ബ്ലാക്ക് ആയി? കാരണം യെല്ലോ കളർ എന്റെ കയ്യിലാണുള്ളത്. ഹണി കാരണം മുമ്പ് കറുത്ത വാവ് ജീവിതത്തിൽ മാത്രമായിരുന്നു, ഇപ്പതാ പെയിന്റിങ്ങിലുമായി. നിന്നെ ഞാനിന്ന് വെറുതെ വിടലടാ. അയ്യോ, എന്റെ അമ്മച്ചി. നിക്കടാ കഴുതേ. എടാ, ഇന്ന് എന്തുമാത്രം കളറാ ഞാൻ മാറിയത്. ഇപ്പൊ എന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ ഓന്താണെന്നാ. എല്ലാം ഈ മരക്കഴുത ഹണി കാരണമാ. എടാ, നിങ്ങൾ വഴക്ക് കൂടുന്ന നിർത്ത്. എക്സിബിഷൻ ഓഫീസർ എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. ഇനിയും പെയിന്റിംഗ് എക്സിബിഷൻ ഓഫീസറായി മാറി ഒരുപാട് പെയിന്റിംഗ് മോഷ്ടിക്കണം. എന്നിട്ട് അതെല്ലാം വിറ്റ് വലിയൊരു കോടീശ്വരനാവണം. ഞാൻ എക്സിബിഷൻ ഓഫീസറാണ്. നിങ്ങളുടെ പെയിന്റിംഗ് നോക്കാൻ വന്നതാ. മഴ പെയ്തിട്ട് ഇപ്പോൾ നാളുകൾ ഏറെയായി. ഓഫീസർ വന്നിരിക്കുകയാണ് നമ്മുടെ പെയിന്റിങ്സ് കാണുവാനായി. അടി കൈ. അത് ശരി, ആദ്യം എന്റെ പെയിന്റിംഗ് ഒന്ന് നോക്കാമോ? ഇത് ഏതാണ് സ്ഥലം? ഇത് രംഗിസ്ഥാനാണ്. എടാ, ഇത് മൊത്തത്തിൽ വെളുത്തിരിക്കുകയാണല്ലോ. അതിന് കാരണം ഇവിടെ മഞ്ഞമഴ പെയ്തു. അതുകൊണ്ടാണ് ഇവിടെ മുഴുവനും വെള്ളയായി മാറിയിരിക്കുന്നത്. വൈറ്റ്, സ്നോ വൈറ്റ്. അടിപൊളി. Splash, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. എന്റെ സാറേ, മാസം കൃത്യമായി അടയ്ക്കണം വൈദ്യുതി ബിൽ. എന്റെ പെയിന്റിംഗ് ആണ് ഈ താജ്മഹൽ. അടി കൈ. കൊള്ളാലോ. ഇതാണ് എന്റെ പെയിന്റിംഗ്.
എല്ലാ പെയിന്റിങ്സും ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ പെയിന്റിങ്സും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നാളെ വന്നിട്ട് പറയാം ഇതിലേതാ ഫസ്റ്റ് എന്ന്. ഓക്കേ ഓക്കേ, ടാറ്റാ. അടിച്ചു പൊളിച്ചു തിരുത്തു. എന്തായാലും ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ്. ടൈം ഈസ് ദ റേസ്. എന്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. വേസ്റ്റോ? അതിന് ഞങ്ങളെപ്പോഴാണ് താങ്കളുടെ സമയം വേസ്റ്റ് ചെയ്തത്? നിങ്ങൾ വരച്ച പെയിന്റ് എവിടെയാണെന്ന് വേഗം കാണിക്ക, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടത്തല ഞാൻ പൊട്ടിക്കും. അല്ല, പെയിന്റിംഗ് എക്സിബിഷൻ ഓഫീസർ കൊണ്ടുപോയല്ലോ. കൊള്ളാലോ, എക്സിബിഷൻ ഓഫീസർ വരുന്നതിന് മുമ്പ് തന്നെ പെയിന്റിംഗ് ആരാ കൊണ്ടുപോയത്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? ഹൗ? ഒന്നാം തീയതി പറഞ്ഞപ്പോൾ ആരാണ് കൈനീട്ടം തന്നത്? ഈ മറ്റൊരു ഓഫീസർ എവിടുന്നാണ് വന്നത്? അടി കൈ. എടേ, എനിക്ക് തോന്നുന്നത് വന്നവൻ കള്ളനാണെന്നാ. നമ്മുടെ പെയിന്റിങ്സ് അടിച്ചു മാറ്റാൻ വന്നതായിരിക്കും. അയ്യോ 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 അയ്യോ. ബണ്ണി, ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടോ നീയെ? പെയിന്റിംഗിൽ എന്തുമാത്രം യങ്ങായിട്ടുണ്ടല്ലേ? എന്റെ അമ്മച്ചി, സോറി സാർ, സോറി. നിങ്ങൾ കള്ളനാണോ വിചാരിച്ചത്, പക്ഷെ നിങ്ങൾ ഒറിജിനലാ. അയ്യോ, ലൈഫ് ഈസ് ദ റേസ്. നിങ്ങൾ നശിപ്പിച്ച ഫേസ്. വാട്ട് എ ബാഡ് ഫേസ്. ഞാൻ ഇടുപെടാ നിങ്ങളുടെ പേരിൽ ഒരു കേസ്. അയ്യോ, സോറി സാർ, സോറി. എടാ പിള്ളേരെ, കളറ് മാറ്റി പോത്തിനെ പശുവെന്നും പറഞ്ഞ് വിറ്റു. ആ കള്ളൻ നമ്മളെ പെയിന്റിങ്സ് ഒഴിച്ച് പറ്റിച്ചു. അടി കൈ. അല്ല ഇൻസ്പെക്ടർ പാണ്ഡ, ഒരു കള്ളം വന്ന് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പെയിന്റിങ്സ് ഒക്കെ കൊണ്ടുപോയി. രാവിലെ മുതൽ ഞാൻ അവനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോയി അന്വേഷിക്കോ. പക്ഷെ അവനെ ഇത്രയും വലിയ സിറ്റിയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? എടാ ഇങ്ങോട്ട് നോക്ക്, പെയിന്റിങ്ങിന്റെ അടയാളം. നമ്മൾ ഫ്രഷ് ആയിട്ട് പെയിന്റിങ് ചെയ്തതല്ലേ, അതിന്റെതാ ഇത്. ഈ വഴി ആയിരിക്കും കള്ളം പോയത്. വാ പോയി നോക്കാം. കളർ എല്ലായിടത്തും ഉണ്ടല്ലോ. അവനെ എങ്ങനെയാണ് കണ്ടെത്തുക? അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ വശത്തേക്ക് പോയി നോക്ക്, നമുക്ക് ഈ വശത്തേക്ക് പോയി നോക്കാം. ഹേയ്, നിൽക്ക്. രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? സോറി. അത് ശരി, ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? ആ, ഇവിടെ തന്നെ കാണും. അത് ശരി, ബോളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ആരാത്? പുറത്തേക്ക് വാടാ. സോറി. കള്ളനെ എവിടെയും കാണാൻ കഴിയുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ച് നോക്കിയതാ, പക്ഷെ കള്ളനെ എവിടെയും അയ്യടാ. ബണ്ണി വടാപ്പാവ്. എടാ, വടാപ്പാവിനെ കുറിച്ച് സംസാരിക്കാതെ കള്ളനെ പിടിക്കാൻ നോക്ക്. കിട്ടി. ഞങ്ങൾ ഇപ്പൊ നിന്നെ പിടിക്കും. എടാ, ഇത് ഞാൻ കഷ്ടമാക്കും. അയ്യോ, പെയിന്റിങ്ങിനൊന്നും ചെയ്തേക്കല്ലേ. ഞാൻ ദേ വെറുതെ ഡാൻസ് കളിക്കുന്നതാ ഇങ്ങനെ. എവിടെ പോയി? ആ? 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 അയ്യാ. എടാ, എന്റെ പെയിന്റിങ് നിക്ക് ഹണി. വേഗത്തിൽ കേറിക്കോ. ദാ പിടിച്ചോ. അതാ പോകുന്നവൻ.
എല്ലാരും അയാൾക്കൊരു ബൈ കൊടുത്തേക്ക്. പണ്ടന്മാരെ എല്ലാരും വേഗം കമ്പിയിൽ പിടിച്ചോളൂ. വേഗം ജയിലിലേക്ക് പോകാം. What nonsense! Interesting. ഈ പെയിന്റിംഗ് ആരുടേതാണ്? നമ്മുടെ പോപ്പട്ടാണ് ഈ പെയിന്റിംഗ് വരച്ചത്. ഒരെണ്ണം അങ്ങോട്ട് തരികയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വരയ്ക്കുകയില്ല. ഇതിനകത്ത് സൂര്യൻ എന്തുകൊണ്ടാണ് കറുപ്പായിട്ടിരിക്കുന്നത്? സൂര്യൻ രാത്രിയാണ് ഉദിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. ശരി, എന്നാൽ സൂര്യൻ എന്തുകൊണ്ടാണ് പകൽ ഉദിക്കാത്തത്? പകല് നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞത്ത് പുറത്തിറങ്ങണ്ടെന്ന് അമ്മ പറഞ്ഞത് കൊണ്ടാ പുറത്തിറങ്ങഞ്ഞ്. മഞ്ഞ് കൊണ്ട് ജലദോഷം പിടിക്കുമല്ലോ. എടാ ഇവൻ എന്തൊക്കെയായി പറയുന്നേ? ഇവൻ എന്റെ പണി തീർക്കുന്ന തോന്നുന്നേ. ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടേ ഇല്ല. അടിപൊളി. ലൈഫ് ഈസ് എ റേസ്. എന്തിന് സമയത്തെ വേസ്റ്റ് ചെയ്യണം? ടാലന്റിനുണ്ടാവില്ല സൈസ്. ഇതാ നിങ്ങളുടെ ഫസ്റ്റ് പ്രൈസ്. ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നു ഫ്രൈഡ് റൈസ്. എല്ലാവർക്കും ബൈ ബൈ.